ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വത്തക്കൻ്റെ, അതായത് നമ്മുടെ തണ്ണിമത്തൻ്റെ തൊലി കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വത്തക്കൻ്റെ തൊലിയാണ്. ഇതിൻ്റെ പുറമേയുള്ള പച്ച ഭാഗം ഞാൻ മാറ്റിയിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണിത്, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി, വിനീഗർ, പഞ്ചസാര. അപ്പോൾ ഈ ഇത്രയും ചേരുവ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ വത്തക്കൻ്റെ തൊലി നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു 2 വിസിൽ വന്നാൽ മതിയാകും. നമുക്ക് നമ്മുടെ ഈ പ്രഷർ കുക്കർ ഇനി ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, ഇനി കുറച്ച് പച്ചമുളക്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവൊക്കെ കുറയ്ക്കാം. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വത്തക്കൻ്റെ തൊലിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതൊരു 2 ദിവസം കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. And thanks for watching my video. Please like, comment and subscribe my channel.